വെങ്കടേശ്വര സുപ്രഭാതം വയ്ക്കുന്നതിനോട് വിയോജിപ്പ്. വൃത്തിയില്ലെന്നാരോപിച്ച് ഗോശാലയിൽ അതിക്രമിച്ചു കയറി പശുക്കളെ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പൊള്ളിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. കോഴിക്കോട് കാക്കൂർ പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി ഗോസംരക്ഷണ സംഘടനകൾ. ചൊവ്വാഴ്ച പശുക്കളുമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും. മെയ് 4-ാം തീയതിയാണ് ചേളന്നൂർ സ്വദേശിയായ ഡാനിഷ് മജീദിന്റെ ഡയറി ഫാമിന്റെ ഗേറ്റ് ചാടിക്കടന്ന് സാമൂഹ്യവിരുദ്ധർ പശുക്കളെ ആക്രമിച്ചത്. ജനനേന്ദ്രിയം ഉൾപ്പെടെ 7 പശുക്കൾക്ക് പൊള്ളലേറ്റു. ഗർഭിണിയായ പശുവിനെയും പ്രതികൾ വെറുതെ വിട്ടില്ല. അക്രമം നടത്തുന്ന CCTV ദൃശ്യവും അക്രമികളുടെ പേരുവിവരവും അടക്കം ഡാനിഷ് കാക്കൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പോലീസ് സ്റ്റേഷന്റെ 150 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരാണ് പ്രതികളായ അജ്മൽ, ജുനൈസ്, ഷമീർ എന്നിവർ. ഇവരെയാണ് പോലീസ് പിടികൂടാത്തത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പശുക്കളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങുകയാണ് ഗോസംരക്ഷണ പ്രവർത്തകർ. പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലാണ് ഈ ഫാം. ഈ ചുറ്റുപാടുള്ള ഈ 10-200 മീറ്റർ ദൂരത്തുള്ള ആ പരിധിയിലുള്ള ആളുകളാണ് അതിൻ്റെ പ്രതികളായിട്ട് ചൂണ്ടിക്കാണിച്ചത്. CCTV ദൃശ്യങ്ങൾ അടക്കം കൊടുത്തിട്ട് പോലും ഈ സമയം വരെ അവരെ അറസ്റ്റ് ചെയ്യാനോ അതിനെതിരെ നടപടിക്കോ പോലീസ് എന്തുകൊണ്ടോ തയ്യാറായിട്ടില്ല. ഈ അറസ്റ്റ് ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ, ഇതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ സംഘടനാ തലത്തിൽ ഞങ്ങൾ കർഷകരെല്ലാവരും കൂടി പശുക്കൾ അടക്കം കൂട്ടിക്കൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പശുക്കൾക്കായി വെങ്കടേശ്വര സുപ്രഭാതം കേൾപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. പിന്നീട് ഡാനിഷ് വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ശബ്ദം ഫാമിന് പുറത്തേക്ക് കേൾക്കാത്ത വിധം കുറച്ചു. തുടർന്നാണ് ഫാമിന് വൃത്തിയില്ലെന്നാരോപിച്ച് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. എന്നാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാം സന്ദർശിക്കുകയും പ്രദേശത്ത് മാലിന്യ പ്രശ്നങ്ങളോ ദുർഗന്ധമോ ഇല്ലെന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് പശുക്കൾക്ക് നേരെ അക്രമമുണ്ടായത്. സംഗീതം പശുക്കൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നും അതിനോട് എന്തിനാണ് അസഹിഷ്ണുത എന്നുമാണ് ക്ഷീരകർഷകർ ചോദിക്കുന്നത്. അവിടെ രാവിലെ വെങ്കടേശ്വര സുപ്രഭാതം വെച്ച് തന്നിട്ട് ഭയങ്കര വിഷയങ്ങളായി. അതിലാണ് സ്റ്റാർട്ടിങ് അവിടെ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞേരെ ഈ ആളുകളായിട്ട് സംസാരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ഫാമിൽ വരെ വന്നിട്ടുണ്ട്. മാതൃകാ ഫാം എന്ന് പറയാം. ആ ഫാം അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടെ ഫാം നടത്തിക്കൊണ്ടുവന്നത്. ഹിന്ദിക്കാരാ, മുസ്ലിംസാണ് പണിയെടുക്കുന്നത്. ഒരു കൃഷ്ണവിഗ്രഹം വെച്ചിട്ട് നമ്മൾ അതിന് വിളക്ക് എത്തിക്കുക, അവനെ ഏൽപ്പിക്കുക. അവനോടാണ് നമ്മൾ പറയുന്നത്, ഞാനില്ലാത്ത ദിവസം വിളക്ക് വെക്കണം, വിളക്ക് മുടക്കണ്ടെന്ന്. അത്രക്കും നമ്മൾ ഈ ആൾക്കാരെ ഈ വിദ്വേഷം എന്താണ്, അല്ലെങ്കിൽ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ ഈ പാട്ട് വെച്ചതിനൊക്കെ ആൾക്കാർ പറയുന്നത്. ഇതൊന്നും നമുക്ക് അംഗീകരിച്ച് പോകാൻ പറ്റില്ല. യാദവരാണ്, ഞങ്ങൾ യാദവരാണ്. യാദവരെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ പശു വളർത്തലാണ്. നിങ്ങൾക്ക് പാല് വേണം, തൈര് വേണം, ചാണകം വേണം, മൂത്രം വേണം, എല്ലാം വേണം. പക്ഷേ പശുവിനെ പോറ്റാൻ പറ്റില്ല. പശുവിനെ വളർത്താൻ ഈ സാധനമൊന്നും കിട്ടില്ല. കമ്പ്യൂട്ടർ അടിച്ചാൽ കിട്ടുന്ന സാധനങ്ങളൊന്നുമല്ലത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി പശു വളർത്തലിനെതിരെ രംഗത്തു വരുന്നവരെ ശക്തമായി പ്രതിരോധിക്കാനാണ് ക്ഷീരകർഷകരുടെ തീരുമാനം. ജനം, കോഴിക്കോട്.